to BSc Complementary Electronics for BSc Main Students Physics, Semester for 20th class, Chapter 36 begins. Transducers, BSc Complementary Electronics. Chapter Transducers. And now you see what's a transducer. What's a transducer? And initially we write an essay question, and we answer to that question. This is a previous essay type question. So it is given at the first step. What is? I shall read the question. What is a transducer? Give an account of different types of transducers and explain any two types in detail. What is a transducer? Give an account of different types of transducers and explain any two types in detail. A transducer is a device converting one form of energy into another. That is, example 1, electric bulb, which converts electrical energy into light energy. Number 2, microphone, another transducer, microphone, that converts sound energy into electrical energy. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഡ്യൂസർ എന്ന ചാപ്റ്ററാണ്, ചാപ്റ്റർ നമ്പർ 36. അപ്പോൾ എന്താണ് ആദ്യം ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ട്രാൻസ്ഡ്യൂസർ, അതിനെക്കുറിച്ച് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതെല്ലാം തരത്തിലുണ്ട് എന്നതിനെക്കുറിച്ച് ചുരുക്കി പറയുക. എന്നിട്ട് രണ്ട് ട്രാൻസ്ഡ്യൂസർ, ഏതെങ്കിലും രണ്ട്, നമ്മൾ 5-10 പഠിക്കാനുണ്ട്, രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും രണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണമാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് നമ്മളെല്ലാം പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ട് നന്നായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, യു എക്സ്പ്ലെയിൻ എനി ടു ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഇതുപോലെ ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് ട്രാൻസ്ഡ്യൂസേഴ്സ്, എന്താണ് അതിൻ്റെ ഒരു ബ്രീഫ് ക്ലാസിഫിക്കേഷൻ പറയണം. രണ്ട് ട്രാൻസ്ഡ്യൂസർ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എന്താണ് ട്രാൻസ്ഡ്യൂസർ? ട്രാൻസ്ഡ്യൂസർ ഇസ് എ ഡിവൈസ് കൺവേർട്ടിങ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. ഒരു തരത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊന്നിലേക്ക് മാറ്റുന്ന ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകം ട്രാൻസ്ഡ്യൂസേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എ ട്രാൻസ്ഡ്യൂസർ ഇസ് എ ഡിവൈസ് കൺവേർട്ടിങ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊന്നിലേക്ക് മാറ്റുന്ന ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ. ബെസ്റ്റ് എക്സാമ്പിൾ ഇലക്ട്രിക് ബൾബാണ്. ഇലക്ട്രിക് ബൾബിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയും നമുക്ക് ലൈറ്റ് എനർജി കിട്ടുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജിയെ, ഒരു ഫോമിലുള്ള എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്ന ഇലക്ട്രിക് ബൾബ് ഒരു ട്രാൻസ്ഡ്യൂസറാണ്, എക്സാമ്പിളാണ്. ഇപ്പോൾ മൈക്രോഫോൺ, നമ്മൾ സംസാരിക്കുന്ന മൈക്രോഫോണിൽ നമ്മൾ സംസാരിച്ചാൽ സൗണ്ട് എനർജി നമുക്ക് സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ആ മൈക്രോഫോൺ എന്ന് പറയുന്നത്. സൗണ്ട് ഇപ്പോൾ ലൗഡ് സ്പീക്കറിന് നേരെ ഓപ്പോസിറ്റ്, ലൗഡ് സ്പീക്കർ മറ്റൊരു ട്രാൻസ്ഡ്യൂസറാണ്. അത് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി സൗണ്ടാക്കി മാറ്റുകയാണ്. ഇപ്പോൾ മൈക്രോഫോണിൻ്റെ ഓപ്പോസിറ്റ് ഫങ്ഷനാണ് ലൗഡ് സ്പീക്കറിനുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ബൾബൊന്നും പഠിക്കാനില്ല, പക്ഷെ മൈക്രോഫോൺ പഠിക്കാനുണ്ട്. എല്ലാ ട്രാൻസ്ഡ്യൂസറും പഠിക്കാനുണ്ട് കുറച്ച്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം പറയുന്നില്ല. ഇലക്ട്രിക് ബൾബ് പഠിക്കാനുള്ള ഒരു സംഗതിയല്ല, നേരെ മറിച്ച് മൈക്രോഫോൺ എന്നുള്ളത് നമുക്ക് പഠിക്കാറുണ്ട്, ട്രാൻസ്ഡ്യൂസറായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് അടുത്തതായിട്ട് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഏതെല്ലാം തരത്തിലുണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ളതാണ് അടുത്ത എക്സ്പ്ലനേഷൻ. ട്രാൻസ്ഡ്യൂസേഴ്സ് മേ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ആപ്ലിക്കേഷൻസ് ആൻഡ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ. അതായത് ഇതിൻ്റെ ഉപയോഗം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഉപയോഗം വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് രണ്ട് കാറ്റഗറി, രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഒന്ന് അതിൻ്റെ യൂസ് വെച്ചിട്ട്, ഈ ട്രാൻസ്ഡ്യൂസർ ഏതെല്ലാം പർപ്പസിനാണ് വിനിയോഗിക്കുന്നത് അതിനെ സംബന്ധിച്ചൊരു ക്ലാസിഫിക്കേഷൻ. മറ്റൊന്ന് അതിൻ്റെ പ്രിൻസിപ്പിൾ, ഇത് ഏത് വർക്കിംഗ് പ്രിൻസിപ്പിളിലാണ് പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് മറ്റൊരു ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ രണ്ട് തരത്തിലാണ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ നമ്മൾ തരംതിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻസ്. നമ്പർ 1, മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ. അങ്ങനെ ഒരു ട്രാൻസ്ഡ്യൂസറുണ്ട്, മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ. Example is strain gauge transducer.
type for measuring force, pressure, etc. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സ്ട്രെയിൻ ഗേജ്. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് ഫോഴ്സ്, പ്രഷർ പോലെയുള്ള ക്വാണ്ടിറ്റികൾ, വേരിയബിൾസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രെയിൻ ഗേജ്. അടുത്തത് ഒരു ആപ്ലിക്കേഷൻ വെച്ച് പറയുന്നതാണ് തെർമൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. തെർമൽ ഹീറ്റ് വെച്ച് പ്രവർത്തിക്കുന്നതാണ്. എക്സാമ്പിൾ തെർമിസ്റ്റേഴ്സ്, തെർമോക്കപ്പിൾ എക്സെട്ര. തെർമിസ്റ്റേഴ്സ് ഉണ്ട്, തെർമോക്കപ്പിൾ ഉണ്ട്, രണ്ടും പഠിക്കാനുള്ളതാണ്. തെർമിസ്റ്ററും പഠിക്കാറുണ്ട്, തെർമോക്കപ്പിളും പഠിക്കാറുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ഈ ആപ്ലിക്കേഷൻ വെച്ചുള്ളതാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. എക്സാമ്പിൾ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ, ഫോട്ടോ എമിസീവ് സെൽ. ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലും ഫോട്ടോ എമിസീവ് സെല്ലും അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ അക്കോസ്റ്റിക് ട്രാൻസ്ഡ്യൂസേഴ്സ്, ശബ്ദപരമായിട്ടുള്ള, ശബ്ദത്തിൽ വർക്ക് ചെയ്യുന്നതാണ്, സൗണ്ടിൽ. എക്സാമ്പിൾ മൈക്രോഫോൺ ഒരു അക്കോസ്റ്റിക് ട്രാൻസ്ഡ്യൂസറാണ്. അവിടെ നമ്മൾ സൗണ്ട് കൊടുത്താൽ ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണത്. നമ്പർ 5 മാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. മാഗ്നറ്റിക് എനർജി വരുന്ന ട്രാൻസ്ഡ്യൂസേഴ്സാണ് മാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. എക്സാമ്പിൾ LVDT, ഇമ്പോർട്ടൻ്റ് ആണ്. LVDT അതിൻ്റെ ഫുൾ ഫോം ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ, ചില ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. അങ്ങനെയല്ല, ട്രാൻസ്ഫോർമർ എന്ന പേര്. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ. LVDT അത് ഫോഴ്സ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്പർ 6 കെമിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. കെമിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എക്സാമ്പിൾ പെർമിയാമീറ്റേഴ്സ് ടു മെഷർ pH വാല്യൂസ്. നമ്പർ 7 ന്യൂക്ലിയർ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അത് ജെയ്ജർ മുള്ളർ കൗണ്ടർ അയണൈസേഷൻ ചേംബർ പോലെയുള്ളതാണ്. ടു മെഷർ അയണൈസേഷൻ കറണ്ട്. ഈ പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സാണ്. ആൽഫ ബീറ്റ പോലെയുള്ള പാർട്ടിക്കിൾ കണ്ടെത്താനുള്ള ഒരു ഡിവൈസാണ്. അയണൈസേഷൻ കറണ്ട് അളന്നിട്ടാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ GM കൗണ്ടർ, അയണൈസേഷൻ ചേംബർ ഇവയെല്ലാം ന്യൂക്ലിയർ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ നമ്പർ 8 ബയോളജിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. അതായത് ബയോളജിക്കൽ കറണ്ട് അളന്നിട്ടുള്ള ഡിവൈസാണ്. എക്സാമ്പിൾ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. കേട്ട് കാണും, ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG ഹാർട്ടിൻ്റെ ഫങ്ഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, അത് ബ്രെയിൻ കറണ്ട് അളക്കാൻ വേണ്ടിയാണ്. ബ്രെയിൻ കറണ്ട് അളക്കുന്ന ഡിവൈസാണ് EEG. ഹാർട്ടിൻ്റെ ഫങ്ഷൻ മോണിറ്റർ ചെയ്യുന്ന ഡിവൈസാണ് ECG. അപ്പോൾ ഇത് രണ്ടും ഇവിടെ പഠിക്കാനല്ലേ ഉള്ളൂ. നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും ഇവിടെ വരുന്നില്ല. അപ്പോൾ അത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ക്ലാസിഫൈ ചെയ്യുക. ആപ്ലിക്കേഷൻ അതിൻ്റെ ബേസിൽ ട്രാൻസ്ഡ്യൂസേഴ്സിനെ തരംതിരിക്കുന്നതാണ് മുകളിൽ പറഞ്ഞത്. ഇനി ബി പാർട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ എന്നാണ്. പ്രിൻസിപ്പിൾ എന്ന് ചേർക്കണേ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ. ഇതിന് തത്വം എന്താണ്, ഈ ഡിവൈസ് പ്രവർത്തിക്കുന്ന തത്വം എന്താണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ യൂസസ്, രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ്. Transducers can be also classified according to a basic electrical measuring principle involved in the device. Some of them are given below. അപ്പോൾ ഈ ഡിവൈസിൽ എന്ത് ഇലക്ട്രിക്കൽ പ്രിൻസിപ്പിളാണ്, എന്ത് ബേസിക് ഇലക്ട്രിക്കൽ പ്രിൻസിപ്പിളാണ് എംപ്ലോയ് ചെയ്യുന്നത്, അതിനെ വെച്ച് ആ രീതിയിലാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുക. എല്ലാ ട്രാൻസ്ഡ്യൂസേഴ്സിലും ഒരു ബേസിക് പ്രിൻസിപ്പിൾ കാണാം. ആ പ്രിൻസിപ്പിൾ ഏതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യും. നമ്പർ 1 വേരിയബിൾ റെസിസ്റ്റൻസ് ടൈപ്പ്.
ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്ററായിട്ട് വന്നിട്ട് നമ്മൾ അളക്കുന്നത്. എക്സാമ്പിൾ സ്ട്രെയിൻ ആൻഡ് പ്രഷർ ഗേജ്. സ്ട്രെയിൻ ആൻഡ് പ്രഷർ ഗേജ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതൊരു മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ് സ്ട്രെയിൻ ഗേജ്. അത് ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ വേരിയബിൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസറായിട്ടും കണക്കാക്കാറുണ്ട്. നമ്പർ 2 തെർമിസ്റ്റേഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് തെർമോമീറ്റേഴ്സ്. നമ്പർ 3 ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. ഇവയെല്ലാം വേരിയബിൾ റെസിസ്റ്റൻസ് മെത്തേഡിൽ പഠിക്കുന്നതാണ്, ആ പ്രിൻസിപ്പിളിൽ പഠിക്കുന്നതാണ്. അടുത്തത് നമ്പർ 5 കോണ്ടാക്റ്റ് തിക്നെസ് ഗേജ്. നമ്പർ 2 വേരിയബിൾ ഇൻഡക്റ്റൻസ് ടൈപ്പ്. ഇൻഡക്റ്റൻസ് മാറുന്നതനുസരിച്ചിട്ട് അളക്കുന്ന ഡിവൈസ് LVDT. നമ്മൾ നേരത്തെ പറഞ്ഞ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ. പിന്നെ റിലക്റ്റൻസ് പിക്കപ്പ്, എഡി കറണ്ട് ഗേജ്, അതെല്ലാം എക്സാമ്പിളാണ്. നമ്പർ 3 വേരിയബിൾ കപ്പാസിറ്റൻസ് ടൈപ്പ്. കപ്പാസിറ്റിയുടെ വേരിയേഷൻ വെച്ച് അളക്കുന്ന ഡിവൈസുകളാണ് വേരിയബിൾ കപ്പാസിറ്റൻസ് ടൈപ്പ്. നമ്പർ 1 കപ്പാസിറ്റർ മൈക്രോഫോൺ. നമ്പർ 2 ഡൈഇലക്ട്രിക് ഗേജ്. നമ്പർ 3 പ്രഷർ ഗേജ്. ഇവയല്ല. പക്ഷെ ഇവയൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് പഠിക്കാനുള്ളൂ. നമുക്ക് വളരെ കുറച്ച് എണ്ണം 4-8 പഠിക്കാനുള്ളൂ, എല്ലാം ഇല്ല. അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല, ചാപ്റ്റർ സിമ്പിളാണ്. നമ്പർ 4 വേരിയബിൾ ഡിവൈഡർ ടൈപ്പ്. വോൾട്ടേജ് ഡിവൈഡർ ടൈപ്പ്. വോൾട്ടേജ് ഡിവൈഡർ ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് അടുത്ത പ്രിൻസിപ്പിളാണ്. നമ്പർ 1 പൊട്ടൻഷ്യോമീറ്റർ പൊസിഷൻ സെൻസർ. നമ്പർ 2 പ്രഷർ ആക്ച്വേറ്റർ വോൾട്ടേജ് ഡിവൈഡർ. പ്രഷർ ആക്ച്വേറ്റഡ് വോൾട്ടേജ് ഡിവൈഡർ. നമ്പർ 5 വോൾട്ടേജ് ജനറേറ്റിംഗ് ടൈപ്പ്. വോൾട്ടേജ് തരുന്നത് ഫോട്ടോ ഇലക്ട്രിക് പിക്കപ്പ്, തെർമോകപ്പിൾ, ഫോട്ടോ വോൾട്ട give you write as voltaic and we read as volta. Photo volta cell, solar cell. Then number 4 rotational motion tachometer. പഠിക്കാനുണ്ട്, സോളാർ സെല്ലും പഠിക്കാനുണ്ട്. റൊട്ടേഷണൽ മോഷൻ ടാക്കോമീറ്റർ, TACHO മീറ്റർ. അപ്പം അത്രയുമാണ് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്? ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് പലതരത്തിലുണ്ട്, അലൈൻ ടൈപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഓർ യൂസ്. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു ട്രാൻസ്ഡ്യൂസറെ പറയുന്നുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഡ്യൂസർ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്താണ് എസ്സേ പറയണം കേട്ടോ. ഞാൻ നമ്മൾ ടൈറ്റിലായിട്ടൊരു എസ്സേ കൊടുത്തിട്ടുണ്ട്. ബിഗിനിങ്ങിൽ എസ്സേ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എസ്സേയുടെ കുറച്ച് പാർട്ട് ഉത്തരമായി. പിന്നെ ഇവിടെ ഒരു RPT എന്ന് പറഞ്ഞ ട്രാൻസ്ഡ്യൂസർ പറയും. മറ്റൊരു ട്രാൻസ്ഡ്യൂസർ നമുക്ക് അടുത്ത ക്ലാസ്സിലെ നോട്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റിലേറ്റീവ് പൊസിഷൻ ട്രാൻസ്ഡ്യൂസറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. RPT അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കേൾക്കുമ്പോൾ എന്തൊരു സാധനം ഡിസ്പ്ലേസ് ചെയ്യൂ, എന്തൊരു സാധനം മാറും എന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ റിലേറ്റീവ് പൊസിഷൻ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. പൊസിഷൻ മാറുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം 2 കണ്ടക്റ്റിംഗ് സ്ട്രിപ്പാണ് കേട്ടോ. ഇതാ കാണുന്ന പോലെ ആ ലെഫ്റ്റ് റൈറ്റ് 2 സ്ട്രിപ്പുണ്ട്. സ്ട്രിപ്പ് അതിനിടയ്ക്ക് ഒരു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്. മെറ്റൽ കോണ്ടാക്റ്റ് എന്നെന്തോ മെറ്റൽ കോണ്ടാക്റ്റാണ്. ഒരു ഹാൻഡിലൊക്കെ ഉണ്ട്. ഹാൻഡിൽ അതിന് റണ്ണർ എന്ന് പറയും. റണ്ണർ അല്ലെങ്കിൽ അത് നമുക്ക് മൂവ് ചെയ്യാം. ആ സാധനം ഇരിപ്പോട്ട് മേലോട്ടൊക്കെ മൂവ് ചെയ്യാം. ഒരു ഷാഫ്റ്റ് പിടിപ്പിച്ചിരിക്കുകയാണ്, ഒരു ബോൾ പോലെ. ആ ബോൾ 2 സ്ട്രിപ്പിലേക്ക് ടച്ച് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോയിലാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കോയിലാണ്. AB എന്ന് പറയുന്ന കോയിൽ ചുറ്റിയിരിക്കുകയാണ്. D എന്ന് പറയുന്നൊരു കോണ്ടാക്റ്റ് പോയിൻ്റാണ് D. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് മറ്റൊരു സ്ട്രിപ്പ്, ഒരു കണ്ടക്റ്റിംഗ് സ്ട്രിപ്പാണ്. അപ്പോൾ നടുക്ക് എന്നൊരു ബോളാണ്. ബോളിലൊരു സ്ട്രിപ്പുണ്ട്, അത് മൂവ് ചെയ്യും. പിന്നെ റൈറ്റ് സൈഡിൽ മറ്റൊരു സ്ട്രിപ്പ്. ഇപ്പോൾ 3 ടെർമിനൽ ഇവിടെ ഉണ്ട്. AB, അതുപോലെ താഴെ ഒരു ടെർമിനൽ ആ സ്ട്രിപ്പിൻ്റെ ടെർമിനലുണ്ട്. സ്ട്രിപ്പിൻ്റെ ഇപ്പോൾ ABC 3 ടെർമിനൽ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വലൻ്റ് ഡയഗ്രമാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇക്വലൻ്റ് ഡയഗ്രാം ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആർ പി ടിയുടെ ഒരു ഇക്വലൻ്റ് ഡയഗ്രമാണ് റൈറ്റ് സൈഡിൽ. അവിടെ ആ എ ബി നോക്കുക. എ ബി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള എ ബി ആ കോയിൽ തന്നെയാണ്. ആ കോയിലിൻ്റെ പൊസിഷനാണ്. റൈറ്റ് സൈഡിൽ സ്ട്രിപ്പ് നമ്മൾ ഈ പടം രണ്ടാമത്തെ പടത്തിലില്ല. അപ്പോൾ കോയിൽ ആണ് വരച്ചിരിക്കുന്നത് എ ബി ആയിട്ട് ഈ റൈറ്റ് സൈഡിലെ പടത്തിൽ. അതിൻ്റെ കോണ്ടാക്റ്റ് പോയിൻ്റ് ഡി ആണ്. ഡിയിലാണ് ആ കോണ്ടാക്റ്റ് വന്ന് മുട്ടുന്നത്. ആ എൻ എന്ന് പറയുന്ന ബോളിൻ്റെ സി എന്നുള്ള പോയിൻ്റ് മുട്ടുന്നത് ഡിയിലാണ്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് കോയിലാണ്, റെസിസ്റ്റൻസ് വയറാണ്, റെസിസ്റ്റൻസ് കോയിലാണ്. അപ്പോൾ അതിന് 2 പാർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. മുകളിലൊരു പാർട്ട് റെസിസ്റ്റൻസ് ഉണ്ട് R2, താഴെയൊരു പാർട്ട് റെസിസ്റ്റൻസ് R1 ഉണ്ട്. അപ്പോൾ R1ഉം R2 കൂടി ചേർന്ന റെസിസ്റ്റൻസാണ് മൊത്തം ഈ ചുറ്റിരിക്കുന്ന വയറിന് കോയിനുള്ളത്. അപ്പോൾ ഈ കറണ്ട് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ, ഒരു ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ ആ കറണ്ട് ഈ എ ബിയിലൂടെ ഒഴുകും. അപ്പോൾ ഈ ഡി എന്നുള്ള പോയിന്റിന് മുകളിൽ ഉള്ള റെസിസ്റ്റൻസിന്, ആ പാർട്ട് റെസിസ്റ്റൻസിന് R2 എന്ന് പറയും. അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാകും V2, താഴെ ഒരു വോൾട്ടേജ് ഉണ്ടാകും V1. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് എലമെൻ്റ് ആണ്. N എന്ന് പറഞ്ഞ സ്ലൈഡിങ് കോണ്ടാക്റ്റ്. പടം ലെഫ്റ്റിലുള്ളതിൽ എ ബി റെസിസ്റ്റൻസ് എലമെൻ്റ് കോയിൽ ആൻഡ് എം സ്ലൈഡിങ് കോണ്ടാക്റ്റ്. ഇതാണ് ആർ പി ടിയുടെ ഡയഗ്രാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. എ ട്രാൻസ്ഡ്യൂസർ, ദിസ് ട്രാൻസ്ഡ്യൂസർ, ആർ പി ടി ട്രാൻസ്ഡ്യൂസർ is used to sense, like a measure, used to sense the position of an object, ഒരു വസ്തുവിൻ്റെ സ്ഥാനം, or the distance it has moved. അപ്പോൾ എത്രമാത്രം ഈ ദൂരം ഒരു വസ്തു മാറും, ആ കോണ്ടാക്റ്റ് മാറും, അത് അളക്കാൻ വേണ്ടിയുള്ളതാണ്. ദ ഫിസിക്കൽ വേരിയബിൾ ബീയിങ് മെഷേർഡ് is made to cause the resistance change in the sensing element. അപ്പോൾ എന്താണ് നമുക്ക് അളക്കേണ്ടത്? പ്രഷറാണോ ഫോഴ്സാണോ? അതാണ് അളക്കേണ്ടെങ്കിൽ ആ സെൻസിങ് എലമെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആ സെൻസിങ് എലമെൻറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കറണ്ട് വേരിയേഷൻ ഉണ്ടാകും. അങ്ങനെ കറണ്ട് കളന്നിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കളന്നിട്ട് എത്രമാത്രം ആ എലമെൻ്റ്, ആ മൂവിങ് ഷാഫ്റ്റ് എത്രമാത്രം മാറി എന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഫിഗർ ഷോസ് the displacement transducer. It consists of a resistance element AB. ഞാൻ പറഞ്ഞല്ലോ എ ബി റെസിസ്റ്റൻസ് എലമെൻ്റ് ആണ്. വിത്ത് എ സ്ലൈഡിങ് കോണ്ടാക്ട് N ലിങ്ക്ഡ് വിത്ത് ഓബ്ജക്റ്റ്. ഇപ്പോൾ ഓബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ് ഉള്ളത്. അത് കോയിൽ എ ബി ആയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എലമെൻറ്റ് എ ബി ആയിട്ട് ടച്ച് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ഒന്നിനും കാണിച്ചില്ല. element that is monitored. As seen, the resistance between N and B, that is RBD. RBD depends on the position of the object. The voltage through BD, VO എന്ന് പറയാം, ഔട്ട്പുട്ട് വോൾട്ടേജ് VO, that is VR2 by R1 plus R2, where V is supplied voltage. That is VO, V output proportional to RBD, that is proportional to the position of the wiper N. വൈപ്പർ എന്ന് പറയാം, മൂവിങ് ബോളിനെ വൈപ്പർ എന്ന് പറയണം, വൈപ്പർ N. അപ്പോൾ നിങ്ങൾ ആ ഇൻസ്ട്രുമെൻ്റ് ഒന്നുകൂടി നോക്കുക. നടുക്ക് കാണുന്ന ആ ബോൾ ഫിറ്റ് ചെയ്ത ദണ്ട്, ആ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്ത ദണ്ട്, അതിന് വൈപ്പർ എന്ന് പറയും, മൂവിങ് കോണ്ടാക്ട്. അപ്പോൾ ഇപ്പം നമുക്കിത് ഒരു വസ്തുവിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ മെഷീൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഈ പ്രവർത്തിക്കുമ്പോൾ മുന്നോട്ട് പുറകോട്ട് തള്ളാം. അപ്പം അങ്ങനെ എത്രമാത്രം ദൂരം അത് സഞ്ചരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറ്റോമിക് റിയാക്ടറൊക്കെ കാഡ്മിയം അറസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ആ കാഡ്മിയം അറസ്റ്റേഴ്സൊക്കെ എത്രമാത്രം മുന്നോട്ട് മാറി പുറകോട്ട് മാറി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദണ്ട് കാഡ്മിയം അറസ്റ്റേഴ്സൊക്കെ ഈ റിയാക്ടറിൽ എത്രമാത്രം മുന്നോട്ട് മാറും അല്ലെങ്കിൽ പുറകോട്ട് മാറണമെന്നൊക്കെ അളക്കണം. അപ്പോൾ അത്തരം ഈ ദണ്ടുകൾ ഇങ്ങനെ മൂവ്മെൻ്റ് ഉള്ള ആ ഭാഗങ്ങൾ ഇവിടെയുള്ള എന്നുമായിട്ട്, എൻ്റെ ഷാഫ്റ്റുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കും. അപ്പോൾ ഈ മുകളിൽ നിന്ന് ഈ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ
ഒരു മൂവിങ് എൻഡ് വന്ന് ഇതിനെ തള്ളിക്കഴിഞ്ഞാൽ ഈ വൈപ്പർ താഴോട്ട് തള്ളും, എനും താഴോട്ട് തള്ളും. എനും താഴോട്ട് തള്ളുമ്പോൾ ആ കോയിലിൻ്റെ എ ഡി പാർട്ടിൽ, എന്ന് നേരാണ് എ ഡി പാർട്ടിൽ വോൾട്ടേജ് കൂടും. വോൾട്ടേജ് V2 റെസിസ്റ്റൻസ് കൂടുന്നതാണ് വോൾട്ടേജ് കൂടും. കാരണം V എന്ന് പറഞ്ഞാൽ IR ആണല്ലോ, വോൾട്ടേജ് കൂടും. ആ വോൾട്ടേജ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും എത്രമാത്രം ഈ ഷാഫ്റ്റിന് വൈപ്പറിന് മൂവ്മെൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ പിന്നെ മോണിറ്റർ ചെയ്യുന്ന യന്ത്രത്തിൻ്റെ റോഡ് എത്രമാത്രം മാറി എന്നുള്ളത് അളക്കാൻ പറ്റും. ഇപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഈ വൈപ്പറിൻ്റെ ആ ബോളിൻ്റെ അറ്റത്ത് ആ ഷാഫ്റ്റിൽ ആ ഏതെങ്കിലും മെഷീൻ്റെ, നമുക്ക് മോണിറ്റർ ചെയ്യേണ്ട മെഷീൻ്റെ എൻഡ് വന്ന് മുട്ടിയിരിക്കും. ആ എൻഡിന് മുന്നോട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ വൈപ്പർ കീഴ്പോട്ട് ഇറങ്ങും. അപ്പോൾ അത് കോൺടാക്ട് ചെയ്യുന്ന ഡി എന്നുള്ള പോയിന്റ് താഴോട്ട് മാറും. താഴോട്ട് മാറുമ്പോൾ അവിടെയുള്ള റെസിസ്റ്റൻസ് വയറിന് നീളം കൂടും. നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുമല്ലോ, അപ്പോൾ വോൾട്ടേജ് കൂടും. വിഒ കൂടും. വിഒ എന്ന് പറഞ്ഞാൽ വിഒ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജാണ്. ആ വോൾട്ടേജ് അളക്കുന്നത്, അല്ലെങ്കിൽ താഴത്തെ വോൾട്ടേജ് മാറും. താഴത്തെ വോൾട്ടേജ് BDയുടെ വോൾട്ടേജ് മാറും. നോക്കിയേ, BD താഴെയല്ല, A ആണ് താഴെ, BD മുകളിലാണ്. അപ്പോൾ ഇത് താഴോട്ടിറങ്ങുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, അവിടുത്തെ വോൾട്ടേജ് കൂടും. ആ വോൾട്ടേജിനെ VO എന്ന് പറയുന്നത്. അത് ആ റെസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും. അത് ഈ വൈപ്പറിൻ്റെ മൂവ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കും. അത് ആ ഷാഫ്റ്റിൽ വന്ന് തൊട്ടിരിക്കുന്ന നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഡിവൈസിൻ്റെ ആ മൂവ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ വോൾട്ടേജ് നോക്കി നമുക്ക് മറ്റേതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. അതാണ് ഡിവൈസ്. seen the resistance between N and B അല്ലെങ്കിൽ D and B, that is RBD, depends on the position of the object. ഇനി വോൾട്ടേജ് അക്രോസ് VO B into R2 by R1 plus R2. എന്താ കാര്യം, മൊത്തം ആ റെസിസ്റ്റൻസിന് R1 plus R2, ആ റെസിസ്റ്റൻസ് വയറിന് R1 plus R2 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് എന്തായിരിക്കും, B by R1 plus R2. അപ്പോൾ R2ൻ്റെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്തായിരിക്കും, I into R. അതുകൊണ്ടാണ് VR2 by R1 plus R2 എന്ന് കിട്ടുന്നത്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ്, സപ്ലൈ ചെയ്യുന്ന കറണ്ടാണ്, ബാറ്ററി കറണ്ടാണ്. അപ്പോൾ VO എന്ന് പറഞ്ഞാൽ BDക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. അത് R2, അവിടെയുള്ള റെസിസ്റ്റൻസ് R2നെ ആശ്രയിക്കും. അപ്പോൾ R2 അറിയാമെങ്കിൽ ആ VO കാണുന്നത് I into R2. I എന്ന് പറഞ്ഞാൽ എന്താണ്, V by R1 plus R2 ആണ്. മൊത്തം ആ വയർ റെസിസ്റ്റൻസ് R1 plus R2 ആണ്. അങ്ങനെ VO അളക്കാം. VO അളന്നാൽ നമുക്ക് റിലേറ്റീവ് പൊസിഷൻ കിട്ടും. അങ്ങനെ നമുക്ക് മൂവ്മെൻറ്റ്, ഒരു വസ്തുവിൻ്റെ ചലനം നമുക്ക് അളക്കാൻ പറ്റും. ദാറ്റ് ഈസ് VO proportional to RBD. That is proportional to the position of the wiper L. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഈ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ഇസ് ഹൈ. ഇത് നല്ല എഫിഷ്യൻസി ഉള്ള ഡിവൈസാണ്. ഇറ്റ് പ്രൊവൈഡ്സ് സഫിഷ്യൻറ്റ് ഔട്ട്പുട്ട് ടു പെർമിറ്റ് കൺട്രോൾ ഓപ്പറേഷൻസ് വിത്തൗട്ട് എനി ഫർദർ ആംപ്ലിഫിക്കേഷൻ. ഫർദർ ആംപ്ലിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ആ ഡിവൈസ് അതിൻ്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാവുന്നതാണ്. ദ ഡിവൈസ് മേ ബി ഓപ്പറേറ്റഡ് വിത്ത് DC or AC. DC-യിലും AC-യിലും ഇത് പ്രവർത്തിക്കും. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ പ്രോബ്ലം ഉണ്ട്. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ റിലേറ്റീവ് പൊസിഷൻ ട്രാൻസ്ഡ്യൂസർ. ആ പ്രോബ്ലം നോക്കുക. പ്രോബ്ലം: the displacement transducer with a shaft stroke of 75 millimeter is applied to the circuit shown below. Total resistance on the potentiometer is 6K and V is 4.5 volt. When the wiper is 25 millimeter from N to B, what is the value of BU? അപ്പോൾ നമ്മൾ ആ കണ്ട പടത്തിലുള്ള ചോദ്യം തന്നെയാണ്. ആ പടം ഞാനിവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക.
ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ വിത്ത് എ ഷാർപ്പ് സ്ട്രോക്ക് ഓഫ് 75, അതായത് പിന്നെ റെസിസ്റ്റൻസ് ലെവലിൻ്റെ നീളമാണ്, അത്ര നീളത്തിലാണ് ഷാഫ്റ്റ് ആ എന്നുള്ള സാധനം കീഴ്പോട്ടോ മേൽപോട്ടോ പോവുള്ളൂ. 75 സെൻറ്റിമീറ്റർ millimeter is applied to the circuit shown below. Total resistance on the പൊട്ടൻഷ്യോമീറ്റർ, ആ വയറിന് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ അളക്കാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണല്ലോ അത്, അതുകൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും. ഈസ് 6K ആൻഡ് ബി നമ്മൾ സപ്ലൈ വോൾട്ടേജ് 4.5 വോൾട്ട് വെൻ ദി വൈപ്പർ ഈസ് 25 millimeter ഫ്രം ദി എൻഡ് ബി മുകളിലാണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വി യു? നിങ്ങൾ ആ പടം നോക്കിയേ. ആ പടം നമ്മൾ ആ രണ്ടാമത്തെ പടം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. സപ്ലൈ വോൾട്ടേജ് വി എന്ന് പറയും, ബി മുകളിൽ താഴെ ഷാഫ്റ്റിൻ്റെ സ്ഥാനം ഡി എന്ന് പറയുന്നത്, അതിലെ കോണ്ടാക്റ്റാണ് സി എന്ന് പറയുന്നത്, അതിന് മുകളിൽ റെസിസ്റ്റൻസ് R2, താഴെയുള്ള R1, മുകളിലെ വോൾട്ടേജാണ് വി യു. അപ്പോൾ വി യു കാണുന്ന ഫോർമുലയാണ് വോൾട്ടേജ് അക്രോസ് R2, വി യു VR2/R1+R2 നമ്മൾ കണ്ട ഫോർമുലയാണ്. R പ്രപ്പോർഷണൽ ടു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, കാരണം ആ ഷാഫ്റ്റ് മാറുന്നതിന് ഒപ്പിച്ചാണ് റെസിസ്റ്റൻസ് മാറുന്നത്. R പ്രപ്പോർഷണൽ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് കേസിൽ R2 പ്രപ്പോസ് 25 millimeter, അതായത് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 25 millimeter ആണ് മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R2 എന്ന റെസിസ്റ്റൻസിന് പ്രപ്പോഷനാണത്. R2 പ്രപ്പോസ് 25 millimeter. ഇനി മൊത്തം റെസിസ്റ്റൻസ് എത്ര വരും? R1+R2. അത് മൊത്തം ആ ഗേജിൻ്റെ നീളത്തിന് പ്രപ്പോഷണലാണ്. R1+R2 പ്രപ്പോഷണൽ ടു 75 millimeter. അത് മൊത്തം ലെങ്ത്ത് 75 millimeter ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷാഫ്റ്റ് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 25 millimeter മാറുമെന്ന് പറയുന്നത്. പടം ഡാർക്കായി കറണ്ട് പോയിട്ടാണ് കേട്ടോ, കറണ്ട് വരുമായിരിക്കും. എന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പ്രയാസമില്ല. പടം കണ്ട് പേടിക്കരുത്. R പ്രപ്പോർഷണൽ ടു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടാമത്തെ കേസിൽ R പ്രപ്പോർഷണൽ 25 എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മോണിറ്റർ ചെയ്യുന്ന ഡിവൈസ് സഞ്ചരിക്കുമ്പോൾ ഈ റെസിസ്റ്റൻസ് ആ വൈപ്പർ അല്ലെങ്കിൽ ബോളിയൻ മൂവ് ചെയ്യുന്ന ദൂരമാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി. R2 പ്രപ്പോർഷണൽ 25, R1+R2 പ്രപ്പോർഷണൽ ടു 75 ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, അത് മുകളിൽ കൊടുത്താൽ മതി. VO = V 4.5 R2/R1+R2, that is 25/75. So we get VO is 1.5 volt. Power returned 1.5 volt ആണ് ആൻസർ. കണക്ക് മനസ്സിലായല്ലോ. R2 എന്ന് പറഞ്ഞാൽ ആ ഷാഫ്റ്റ് മൂവ് ചെയ്യുന്ന ദൂരം 25 millimeter ആണ്. മൊത്തം റെസിസ്റ്റൻസ് അത് ആ 75 millimeter റെസിസ്റ്റൻസ് R1+R2. അപ്പോൾ ഇവിടെ R2/R1+R2 കാണാനായിട്ട് പ്രയാസമില്ല, 25/75 ആണ്. V 4.5 സപ്ലൈ വോൾട്ടേജ്, therefore VO 4.5 × 25/75 1.5 വോൾട്ട്, അത്രയും വോൾട്ട് കാണാം. അതാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എസ് പൂർത്തിയായില്ല. എസ്സേക്ക് നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസർ കൂടി പഠിച്ചാൽ എസ്സേ പൂർത്തിയാകുള്ളൂ. നിങ്ങൾ ഇത്രയും ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സ്പ്ലെയിൻ എ റിലേറ്റീവ് പൊസിഷൻ ട്രാൻസ്ഡ്യൂസർ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ. റിലേറ്റീവ് പൊസിഷൻ ട്രാൻസ്ഡ്യൂസറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ വിത്ത് എ ഡയഗ്രാം. നമ്പർ 2, വാട്ട് ഈസ് എ ഫോർമുല യൂസ്ഡ് ഇൻ RPT? RPTയിലെ ഫോർമുല എന്താണ്? നമ്മൾ പറഞ്ഞാൽ VO = VR2/R1+R2. അപ്പോൾ അത് 1 മാർക്കാണെങ്കിൽ ഫോർമുല മാത്രം എഴുതിയാൽ മതി. 2 മാർക്കാണെങ്കിൽ ആ പടം ഉണ്ടല്ലോ, ആ പ്രോബ്ലത്തിൽ വരുന്ന പടം, പ്രോബ്ലത്തിൽ കണ്ട പടം അതുകൂടി ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കണം. That is all with our 20th lecture, and that is on transducers. We continue in the next class. Thank you very much.